എനിക്ക് തോന്നുന്നു ഞാൻ ഇത്ര പാട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും വ്യത്യസ്തതയോ ഇതുണ്ടെങ്കിൽ പലപ്പോഴും ഈ ട്യൂൺ തന്നേക്കണ ഇൻസ്പിറേഷനാണ്. കാരണം അത് നമ്മളെ പുതിയ ചലഞ്ചസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഒരു ഒരു ട്യൂൺ കേൾക്കുമ്പോൾ എങ്ങനെ തുടങ്ങണം, അല്ലെങ്കിൽ ഒരിക്കലും ചെമ്പരത്തി പൂവേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ഒരിക്കലും തുടങ്ങില്ലല്ലോ. അത് തുടങ്ങാൻ കാരണം എന്താ, തത്തരരിത്താരേ എന്ന് പറയുന്ന ഒരു ട്യൂൺ വന്നുകൊണ്ടിട്ട് വേറെ നിവൃത്തിയില്ല, അപ്പൊ തോന്നിയ വാക്കതാണ്. ആ വാക്ക് കിട്ടിക്കഴിയുമ്പോഴാണ് ആ ഇപ്പൊ ദേവനെ നീ കണ്ടോ, ഓ സ്വർണരഥഘോഷം, അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരഥഘോഷം എന്നൊക്കെ വന്നത് ഈ ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്ന സാധനത്തിനെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് നമുക്കൊരു പുതിയ തോട്ട് വരികയാണ്. അപ്പൊ അങ്ങനെ മാഷിനെ നിർബന്ധിച്ച് ട്യൂണിടിച്ചതാണ്. ചെല്ലച്ചെറു വീട് തരാം, പൊന്നൂഞ്ഞാലിട്ട് തരാം, പൊന്നോണപ്പൂത്തുമ്പി നീ വായു. കഴിഞ്ഞിട്ട് ഞാനൊരു കഥ പറയാം, കാതിലൊരു കഥ പറയാം. അത് മാത്രമല്ല, അതില് ഇവര് തമ്മിലുള്ള ഒരു ഇന്റിമസിയുടെ സീക്വൻസ് ആണ് അവിടെ വരുന്നത്. കാരണം അവരെ മാരേജ് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള ഇത് വർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ടിട്ടാണ് അതിൽ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടല്ല നമ്മൾ എഴുതുന്നത്. ആ സിറ്റുവേഷൻ ആവശ്യപ്പെടുന്നതായിരുന്നു അതിനെഴുതിയത്. അപ്പൊ പൊന്നോണം പൂത്തുമ്പി അവിടെ ഓൾറെഡി ഊഞ്ഞാലിൽ വന്നിരുന്നിരുന്നു സിറ്റുവേഷൻ വൈസ്. അത് നമ്മള് പാട്ടായിട്ട് എഴുതിയെന്ന് മാത്രം. ആ തുമ്പി നോക്കി എഴുതിയതാണ്. ചിലപ്പോ തീരം തേടുവോളം പ്രേമ ഗീതങ്ങൾ തന്നു, ഈണം ചേർത്തു ഞാൻ ഇന്ന് കാതിൽ പറഞ്ഞു, ഈ രാവിൽ ഞാൻ നിന്നെ തൊട്ടുണർത്തും, നിന്നങ്കുലുകൾ ലാളിക്കും ഞാനൊരു ചിത്രവിഭഞ്ചികയായി. ഈ ചിത്രവിഭഞ്ചിക മീട്ടുന്നത് ശരിക്കും മടിയിൽ വെച്ചോ ഇല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിലാണ്. അപ്പോൾ ഞാനൊരു ചിത്രവിഭഞ്ചിക എന്ന് പറഞ്ഞാൽ അവള് ചിത്രവിഭഞ്ചിക എന്നാണ്. അപ്പോൾ അയാൾ അത് മീട്ടി എന്നാണ്. പ്രേമത്തിൻ്റെ ഇല്ലെങ്കിൽ ഒരു ഇറോട്ടിക് ആയിട്ടുള്ള ഒരു സോങ് ആണ്. അപ്പം അതിനകത്ത് ഈ തീരം തേടുവോളം എന്ന് പറയുമ്പോൾ തീരം തേടുന്ന ഓളം കൊടുത്തതാണോ അതേ അത്രത്തോളം പാട്ടുകൾ കൊടുത്തു ആ രാവിലെ. തീരം തേടുന്നത് പോലെ റാൻഡമായിട്ട് ഇങ്ങനെ പാട്ടുകൾ വന്നുകൊണ്ടിരുന്നു. അതെല്ലാം ഞാൻ അങ്ങോട്ട് പറഞ്ഞു തന്നു, അതൊക്കെ ഈണം ചേർത്ത് അയാൾ കാതിൽ ചൊല്ലി. അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? തീരം ഞാൻ പറഞ്ഞില്ലേ, അത്ര വലിയ ചിന്തകളൊന്നും നമ്മുടെ പാട്ടെഴുത്തില് ഉണ്ടാവാറില്ല. പക്ഷെ അതിൻ്റെ അകത്തുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഡിഫറെന്റ് ട്യൂണായിരുന്നു. നോർമലി വരുന്ന ഒരു പാറ്റേൺ അല്ലത്. അപ്പോൾ അതൊരു ക്ലാസിക്കൽ കീർത്തനം എടുത്തിട്ട് ഔസേപ്പ് അതിൻ്റെ വേറൊരു പാറ്റേണിലാക്കിയതാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ല് തോന്നി. ചലഞ്ചിങ്ങുമാണ്, നോർമൽ എഴുതാൻ പറ്റുന്ന ഒരു ഇതല്ല. തീരം തീടുമോളം തങ്ങൾ തന്നു, ഈണം ചേർത്തു ഞാനിന്നു കാതിൽ. അപ്പൊ അതിന്റെ ട്യൂൺ നോക്കിയേ, താരം തന്ത താരം തന്ത താരം തന്തരം. ഇതാണ് അതിന്റെ തത്തകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതിന്റെ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലാണ് പോകുന്നത്. അത് നോർമൽ ഒരു പാറ്റേണിൽ നിന്ന് മാറിയാണ് പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒപ്പം തന്നെ അതിനകത്തൊരു കോൺസെപ്റ്റ് വേണം. ആ കോൺസെപ്റ്റ് ആണ് അതിൻ്റെ അകത്ത് ഇതായത്. അല്ലാതെ അതിന് ഇന്ന അർത്ഥവ്യാപ്തി വേണമെന്നോ, അർത്ഥം എന്തെങ്കിലും വന്നു എങ്കിൽ സന്തോഷം. അപ്പൊ അങ്ങനെ അതേ ഞാൻ പറഞ്ഞത്, അത്രയൊന്നും ആലോചിച്ചിട്ടല്ല ഞാനൊന്നും പാട്ട് എഴുതിയിരിക്കുന്നത്. ആലോചിച്ചിട്ട് പാട്ട് എഴുതുന്ന ആൾക്കാര് ഉണ്ടാകുമായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഫ്ലോയിൽ വരുന്നത് അങ്ങോട്ട് എഴുതുന്നു എന്നല്ലാതെ. എൻ്റെ അടുത്ത് കൊച്ചുമോള് എൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് വെച്ചാല്, അവളുടെ അമ്മയടുത്ത് ചോദിച്ചാൽ, ഈ അങ്കിൾ എങ്ങനെയാണ് വേളിക്ക് ചൂടുവാൻ പൂ പോരാതെ മാനത്തും പിച്ചകപ്പൂ വിരിഞ്ഞു, എങ്ങനെ ഇതെങ്ങനെ കൺസീവ് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ അവള് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ മോള് ചോദിക്കേണ്ടത്. അപ്പൊ തോന്നിയത് അങ്ങനെ എഴുതി, അല്ലാതെ അതിന് ഇങ്ങനൊരു അർത്ഥവ്യാപ്തിയോ എന്തെങ്കിലുമൊക്കെ അർത്ഥം വേണം എന്നുള്ളതിൽ തന്നെയാണ്. പക്ഷെ അതിന് ഇത്രമാത്രം ഇതൊന്നും നമ്മൾ കൽപ്പിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത്, ഇത് നമ്മൾ എഴുതി കഴിയുന്നതോടുകൂടെ അതിൽ സ്വപ്നങ്ങളും നമ്മുടെ മോഹങ്ങളും ഓർമ്മകളും എല്ലാം ആഡ് ചെയ്യുമ്പോഴാണ്
യഥാർത്ഥത്തിൽ ഈ പാട്ട് മനോഹരാവുന്നത്. തീർച്ചയായിട്ടും. എൻ്റെ സ്വപ്നങ്ങളെ ഞാൻ അതിൽ കൊളുത്തിയിടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഇതിൽ എനിക്ക് വലിയ ക്രെഡിറ്റ് ഒന്നും ഇല്ലാന്ന് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് തീരം തേടുവോളം അത്രത്തോളം പാട്ട് എന്ന് വെച്ചാൽ അത്രത്തോളം പ്രേമം ഉള്ളതുകൊണ്ട് അത്രത്തോളം പാട്ട് കൊടുത്തു, അതെല്ലാം ഈണം ചേർത്ത് തിരിച്ച് അവളുടെ കാതിൽ ചൊല്ലിക്കൊടുത്തു. അങ്ങനെയാണ് അന്ന് രാത്രി, ഇല്ലെങ്കിൽ അവർ ഉറങ്ങില്ല, അന്ന് രാത്രി അവരെങ്ങനെയാണ് കഴിഞ്ഞതെന്നാണ് ഞങ്ങൾ സങ്കല്പിക്കാൻ ശ്രമിച്ചേക്കുന്നത്. അത് നല്ല കാര്യം. കാരണം ഞാൻ അങ്ങനെ ഒരു സാധനത്തിനെ പറ്റി ഇന്നവരെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ അങ്ങനെ ഒരു അർത്ഥതലം അതിനുണ്ടെന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഒരാൾ പറഞ്ഞു, ദൂരെ കിഴക്കു ദിക്കിൻ മാണിക്യ ചെമ്പഴുക്ക ഞാനിന്ന് എടുത്തു വെച്ച് എൻ്റെ വെറ്റില താമ്പാളത്തിൽ. അതിനൊരുപാട് ദുരർത്ഥങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ, അങ്ങനെയൊക്കെ അർത്ഥമുണ്ടോ അതിന്? എഴുതുമ്പോ ഞാനതൊന്നും ഉദ്ദേശിച്ചിട്ടോ എന്ന് പറയുന്നത് പോലെ ഈ പാട്ടിന് ഇങ്ങനെ ഒരു അർത്ഥതലം ഉണ്ടെന്നുള്ളതൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഈ സാർ പറഞ്ഞോണ്ട് ചോദിക്കാൻ സന്ദർഭവശാൽ, ഈ ദൂരക്കിഴക്കുതിക്കൻ അത് സൂര്യനാണല്ലോ, മാണിക്യ ചെമ്പഴുക്ക അത് അങ്ങനെയാണെന്ന് തോന്നി, ചെമ്പഴുക്കയായിട്ട് തോന്നി. അത് ഞാനന്ന് എടുത്തു വെച്ച് എൻ്റെ വെറ്റില താമ്പളത്തിൽ അങ്ങനെ തോന്നിയതുകൊണ്ട് ഞാനത് സങ്കല്പിച്ച് എടുത്തു വെച്ചു. അങ്ങനെ തന്നെയല്ലേ അത് വരി വായിക്കേണ്ടത്? അത് തന്നെയാണ് അതിന്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മീനിങ്. അതിൽ ഓരോരുത്തരും അവരുടെ ഭാവനയ്ക്കും വികല ഭാവനയ്ക്കും അനുസരിച്ചിട്ട് പലതും അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് അങ്ങനെയൊന്നും അല്ല അതിന്റെ അർത്ഥം എന്നുള്ളത്. ഞാൻ എഴുതിയതെന്ന് പറഞ്ഞാല് മാണിക്യ ചെമ്പഴുക്ക എന്ന് പറഞ്ഞാൽ പഴുത്ത ചെമ്പഴുക്ക, പഴുത്ത അടക്ക, സൂര്യനാവുന്ന ദൂരെ കിഴക്ക് ഉദിക്കും മാണിക്യ ചെമ്പഴുക്ക ഞാൻ എടുത്ത് വെച്ചു എൻ്റെ വെറ്റില താമ്പാളത്തിൽ. അത് മുഴുവൻ കേരളത്തിന്റെ ഈ പറയുന്ന നല്ല തളിർ വെറ്റില നുള്ളി വെള്ളം തളിച്ചു വെച്ച്, തെക്കൻ പൂകല നന്നായി വെട്ടിയെരിഞ്ഞു വെച്ച്, അതെല്ലാം ഒരു വടക്കൻ പാട്ടിന്റെയും ഒക്കെയുള്ള നമ്മുടെ ഒരു പാരമ്പര്യത്തിന്റെ ഒരു വടക്കൻ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വടക്കൻ പാട്ടിലെ എല്ലാ ഉപമകളും വരുന്നത് ഇപ്പൊ പെണ്ണുങ്ങളാണെങ്കിൽ ആണുങ്ങളാണെങ്കിൽ മാഞ്ചൂൾ പുള്ളി ചുണങ്ങ് വേണം, ഇങ്ങനെയൊക്കെയുള്ള കുറെ ടിപ്പിക്കൽ മാതൃകകളുണ്ട്. ആലില വയറ് എന്നൊക്കെ പറയുന്നത് അത് ഇത് റിപ്പീറ്റഡ് ആയിട്ട് ആൾക്കാർ പാടിയിരുന്ന പാട്ടുകളാണ്. അതുകൊണ്ടിട്ട് തന്നെ ഞാനും പലപ്പോഴും ഈ പറയുന്ന വടക്കൻ പാട്ടിൽ നിന്നുള്ള പല ബിംബങ്ങളും പ്രയോഗങ്ങളൊക്കെ, വെള്ളം തളിച്ചു വെച്ച് മുറ്റം തൂത്ത് തളിക്കുക എന്നൊക്കെയുള്ള പ്രയോഗമൊക്കെ ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ട്. അതെല്ലാം ഈ വടക്കൻ പാട്ടിന്റെ കണ്ടിന്യൂസ് വായനയിൽ നിന്ന് എന്നെ ഇൻസ്പയർ ചെയ്ത കാര്യങ്ങളാണ്. കാരണം അത് കേരളത്തിന്റെ ഒരു തനത്ത് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് അവിടെ കിടപ്പുണ്ട്. അപ്പൊ അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ സ്വന്തം എന്നുള്ള ഒരു ഇത് വരും അതിൻ്റെ അകത്ത്. അതുകൊണ്ടിട്ടാണ് അത് ഉപയോഗിച്ചിരുന്നത്. ഈ മാണിക്യ ചെമ്പഴുക്കയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരള ഫോക്കിലുള്ളത് തന്നെ, അധികം അതിനു മുമ്പ് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു ഈ മാണിക്യ ചെമ്പഴുക്ക, ഓടുന്നുണ്ട് ഈ മാണിക്യ ചെമ്പഴുക്ക എന്നുള്ള പ്രയോഗം എന്നെ കൊതിപ്പിച്ചിട്ടുള്ളതാ. അത് ഇത് കൂടാതെ ഞാൻ അത് വീണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. അത് മാണിക്യ ചെമ്പഴുക്ക എന്നുള്ള ഈ ചിത്രം ഹിറ്റായി കഴിഞ്ഞപ്പോൾ ഈ മാണിക്യ ചെമ്പഴുക്ക എന്നുള്ള പേര് എടുത്തിട്ട് തുളസീദാസ് മറ്റു പടം ചെയ്തു. അതിന്റെ പാട്ടെഴുത്തുകാരൻ ഞാനായിരുന്നു. അപ്പോ അതിന്റെ മ്യൂസിക് നമ്മുടെ രാജാമണിയായിരുന്നു. നമ്മുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു ആ കാലത്തില് നമ്മളെ വിട്ടുവീഴ്ച. അപ്പോ രാജാമണി ഞാനും ഒന്നിച്ച് കമ്പോസിങ്ങിന് ഇരുന്ന് കഴിഞ്ഞാൽ തമാശ എല്ലാം പറഞ്ഞ് അങ്ങനെയുള്ള ഒരു ഇതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് കമ്പോസിങ് എല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഇടയിലാണ് അപ്പൊ ഈ പാട്ട് മാണിക്യ ചെമ്പഴുക്ക എന്നുള്ള പടത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് രാജാമണി ചോദിച്ചു, എടാ ഈ മാണിക്യ ചെമ്പഴുക്ക എന്ന് പറഞ്ഞ എന്താ സാധനം? അപ്പൊ ഞാൻ പറഞ്ഞു, അതിൽ വലിയ നമ്മുടെ അടക്കയാണ്. അപ്പോൾ അത് പഴുത്ത അടക്കൊക്കെയാണ് മാണിക്യ ചെമ്പഴുക്ക. ചുവന്ന നിറത്തിലെത്തിയ ചെമ്പഴുക്ക എന്ന് പറയുന്ന അതിനാണ്, അടക്കയാണത്. അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ അത്ര അല്ല, അത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള വാക്കല്ലേ. അത് ശരിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഓടുന്നുണ്ട് മാണിക്യ ചെമ്പ ഈ പ്രയോഗം ഇതിങ്ങനെ വെച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അത് മലയാളത്തിന്റെ ഒരു ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു മീറ്ററാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അതിൽ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, മാനത്തെങ്ങാണ്ടുമെങ്ങാണ്ടുമുണ്ടേ
മാണിക്ക ചെമ്പഴുക്ക തോണ്ടിപ്പേറിച്ച് ഇത് പറയുമ്പോഴേക്കും ഇയാൾ അവിടെ ഇരുന്ന് തപ്പെടുത്തിട്ട് താളം പിടിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ അതിന്റെ കൂട്ടത്തില് ഇപ്പൊ ഞാനിങ്ങനെ മാനത്തെങ്ങാണ്ടുകൊണ്ടേ മാണിക്ക ചെമ്പഴുക്ക തോണ്ടിപ്പറിച്ചിന്ന് വെറ്റില നൂറും തയ്ച്ചാരോ മുറുക്കി തുപ്പി വാനം ആകച്ചോ വന്നുപോയി. ഇത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തുളസിദാസ് കയറി വന്നു. തുളസിദാസ് ഈ പാട്ട് ഏത് സിറ്റുവേഷന്? അങ്ങനെ സിറ്റുവേഷൻ അല്ല, നമ്മൾ വെറുതെ പാടിയതാണ്. പക്ഷേ ഈ ടൈറ്റില് എന്തായാലും നിങ്ങൾക്ക് ടൈറ്റിൽ എന്തെങ്കിലും മ്യൂസിക് വേണമല്ലോ, ഇത് നമുക്ക് ടൈറ്റിൽ സോങ് ആയിട്ട് ഉപയോഗിച്ചാലോ. അപ്പൊ തുളസി പറഞ്ഞു അതിന് ബഡ്ജറ്റ് എവിടെ ഉണ്ട്, ഇത്രയും പാട്ടൊക്കെ ഉണ്ടാക്കിയത് മതി, ഇനി ഒരു പാട്ടിന് ബഡ്ജറ്റ് ഒന്നും വേണ്ട. ഇത് ഇഷ്ടമായിട്ട് രാജാമണി പറഞ്ഞു നോക്ക് ഞാനത് ഫ്രീ ആയിട്ട് റെക്കോർഡ് ചെയ്ത് തന്നേക്കാം. അല്ല താനത് ഫ്രീ ആയിട്ട് ചെയ്യുമായിരിക്കും, ബാക്കിയുള്ള എക്സ്പെൻസോ പാട്ടുകാർക്ക് പൈസ കൊടുക്കണോ? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഫ്രീ ആയിട്ട് എഴുതി തന്നേക്കാം, അതും അതെ. അപ്പൊ ഇയാൾ പറഞ്ഞു അപ്പൊ പാട്ടുകാർക്കോ? പൈസ കൊടുക്കാൻ ഇതില്ലാത്ത കൊടുക്കണ്ടാത്ത ഏതെങ്കിലും സിംഗറെ വിളിച്ചോളാം. അങ്ങനെയാണ് ഞാൻ രാജാമണി കൂടി ഞങ്ങളുടെ കോമൺ ഫ്രണ്ട് ആയിട്ടുള്ള കീരവാണിയെ വിളിപ്പിക്കുന്നത്. കീരവാണി ഫ്രീ ആയിട്ട് വന്ന് പാടി തന്നതാണ്. ഇന്ന് അതിന്റെ വില അതെ. ഒന്ന് ആലോചിച്ച് നോക്ക്. അത് കീരവാണിയുടെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്തിരി ഒരു ഫോക്ക് ടച്ച് വരുന്ന ശബ്ദമാണ്, ഒപ്പം തന്നെ അസാമാന്യ ഫീലിംഗുമാണ്. കീരവാണി സുജാതയും കൂടി ചേർന്നിട്ടാണ് ആ പാട്ട് പാടിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കമ്പോസിഷനും ഇപ്പം അതിന് രാജാമണിയുടെ ഒരു വേർപാടുണ്ടാക്കുന്ന ഒരു വിഷമമുണ്ടെങ്കിലും ഞാനും കീരവാണിയൊക്കെ ഇപ്പോഴും എന്തെങ്കിലും സംസാരിക്കാൻ കിട്ടിയാൽ അത് പാട്ടിനെ പറ്റി പറയാറുണ്ട്.